അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധമായ റമദാൻ ഇന്ന് 25-ആണ്. 25-ാമത്തെ നോമ്പുകാരായിട്ടാണ് നാം എല്ലാവരും ഉള്ളത്. അള്ളാഹു നമ്മുടെ നോമ്പുകളൊക്കെ സ്വീകരിക്കുമാറാവട്ടെ. ഒരുപാട് നന്മകൾ, ഒരുപാട് ആരാധനകൾ, ഒരുപാട് ഇബാദത്തുകൾ നാമൊക്കെ ചെയ്തിട്ടുണ്ട്. അള്ളാഹു എല്ലാം സ്വീകരിക്കുമാറാവട്ടെ. ദാനധർമ്മങ്ങളടക്കം, ഇഫ്താറുകളടക്കം എല്ലാം ചെയ്തിട്ടുണ്ട്. ഒരുപാട് പുണ്യകരമായ കാര്യങ്ങൾ, സുന്നത്ത് നിസ്കാരങ്ങൾ, തറാവീഹി നിസ്കാരം, വിത്ർ നിസ്കാരം അടക്കമുള്ള എത്രയോ ആരാധനകൾ നമ്മൾ ചെയ്തു. എന്നാൽ അതിൻ്റെ ഇടയിൽ റമദാനിൽ മാത്രമല്ല, അല്ലാത്ത മാസങ്ങളിലും അല്ലാത്ത ദിവസങ്ങളിലും ചെയ്യൽ സുന്നത്തായ ഒരു നിസ്കാരം സ്വലാത്തു തസ്ബീഹ് നമുക്കെല്ലാവർക്കും അറിയാം. യൂട്യൂബ് തുറന്നാൽ അതിൻ്റെ വശങ്ങളും നിയമങ്ങളും അതിൻ്റെ ഫളുകളൊക്കെ നമുക്ക് കേൾക്കാം, കാണാം. എങ്കിലും ഞാൻ ഈ വീഡിയോ കാണുന്നവർക്ക് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് വീഡിയോ ചെയ്യുന്നത്. സ്വലാത്തു തസ്ബീഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വന്തം പിതൃവ്യനായ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ടാണ് ഈ വിഷയം തെര്യപ്പെടുത്തുന്നത്. അബ്ബാസേ, ഒരു നിസ്കാരമുണ്ട്, ആ നിസ്കാരം നീ നിർവഹിക്കണം, നിത്യേന നിർവഹിക്കണം, ആഴ്ചകൾ നിർവഹിക്കണം, മാസത്തിൽ നിർവഹിക്കണം എന്നുള്ള പ്രചോദനം അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് കൊടുക്കുകയാണ്. അതാണ് സ്വലാത്തു തസ്ബീഹ്. എല്ലാ വർഷവും നാമൊക്കെ നിസ്കരിക്കുന്നവരാണ്, അല്ലെങ്കിൽ വെള്ളിയാഴ്ചകൾ നിസ്കരിക്കുന്നവരാണ്, അല്ലെങ്കിൽ ഒരു മാസത്തിൽ ഒരു പ്രാവശ്യം നിസ്കരിക്കുന്നവരാണ്. ആ ഒരു ശൈലി നാം കൊണ്ടു നടക്കണം. വർഷത്തിൽ മാത്രം നിസ്കരിക്കാതെ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ആ ഒരു നിസ്കാരം നിർവഹിക്കാൻ നമുക്ക് സന്നദ്ധതയുണ്ടാവണം. അപ്പോൾ സ്വലാത്തു തസ്ബീഹ് നമുക്കെല്ലാവർക്കും അറിയാം, 4 റക്അത്ത് നിസ്കാരമാണ്. ഈ 4 റക്അത്തിൽ 300ഓളം തസ്ബീഹ്, 300 തസ്ബീഹ് വരണം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ചില പണ്ഡിതന്മാർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഹദീസിൽ വാരിദായത് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്നതാണ്. അപ്പോൾ ഈ ദിക്ർ 300 എണ്ണം വരണം. ഞാൻ സ്വലാത്തു തസ്ബീഹ് നിസ്കാരം നിർവഹിക്കുന്നു എന്ന നിയ്യത്ത് പ്രകാരം കൈകെട്ടി വജ്ഹ്തു വജ്ഹി ലില്ലദി ദുആഉൽ ഇഫ്തിതാഹ് ഓതുക. അത് കഴിഞ്ഞ് സൂറത്തുൽ ഫാത്തിഹ ഓതുക. അത് കഴിഞ്ഞ് സുന്നത്തായ ഓതേണ്ടുന്ന സൂറത്തുകളുണ്ട്. അതിൽ ഒന്നാമത്തത് അൽഹാക്കുമുത് തകാസുർ. ഇനി അത് അറിയില്ലെങ്കിൽ ഏതെങ്കിലും സൂറത്തുകൾ ഓതിയാൽ മതിയാവും. ഏതെങ്കിലും സൂറത്ത് ഓതിയാൽ സുന്നത്ത് കിട്ടും. അപ്പോൾ ഒന്നാമത്തെ റക്അത്തിൽ അൽഹാക്കുമുത് തകാസുർ. രണ്ടാമത്തെ റക്അത്തിൽ ഓതേണ്ടത് സൂറത്തുൽ അസ്ർ, വൽ അസ്രി ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. മൂന്നാമത്തെ റക്അത്തിൽ ഓതേണ്ടത് ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ. നാലാമത്തെ റക്അത്തിൽ ഓതേണ്ടത് ഖുൽ ഹുവല്ലാഹു അഹദ്. വളരെ സിമ്പിളായിട്ട് ഓതാനും പറ്റും, നിസ്കരിക്കാനും പറ്റും. ഒന്നാമത്തെ റക്അത്ത് ഫാത്തിഹ ഓതി സൂറത്ത് ഓതി കഴിഞ്ഞാൽ 15 പ്രാവശ്യം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ 15 പ്രാവശ്യം. അടുത്തത് റുകൂഅൻ. ആ റുകൂഇൽ നാം ചൊല്ലുന്നത് സുബ്ഹാന റബ്ബിയൽ അളീം വബിഹംദിഹി എന്നാണ്. അപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് നീട്ടി 11 വരെ ചെല്ലാവുന്നതാണ്. 3000 കുഴപ്പമില്ല, 11,000 നല്ലതാണ്. ആ 11 അല്ലെങ്കിൽ 3 കഴിഞ്ഞിട്ട് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് 10 പ്രാവശ്യം ചൊല്ലണം. ഈ 10 ഇഅ്തിദാലിലും 10, ഒന്നാമത്തെ സുജൂദിൽ 10, 2 സുജൂദിൻ്റെ ഇടയിലിരിക്കുന്നതിനും 10, രണ്ടാമത്തെ സുജൂദിലും 10. അപ്പോൾ ഏകദേശം 65 തസ്ബീഹായി. ഇനി 10 എണ്ണം ചൊല്ലണം. ആ 10 എണ്ണം ചൊല്ലേണ്ടത് 2 സുജൂദ് കഴിഞ്ഞ് രണ്ടാമത്തെ റക്അത്തിലേക്ക് എഴുന്നേൽക്കുന്ന സമയത്ത് ഒന്ന് ഇരുന്നിട്ട് പോവൽ സുന്നത്തുണ്ട്. ജൽസത്തു ഇസ്തിറാഹ എന്ന് പറയാണ്, റാഹത്തിൻ്റെ ഇരുത്തം. ആ ഇരുത്തത്തിൽ ദിക്റുകളോ മറ്റോ ഒന്നുമില്ല. ആ ഇരുത്തത്തിൽ ഒരു 10 പ്രാവശ്യം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. അപ്പോൾ 75 തസ്ബീഹ് ഒരു റക്അത്തിലായി. ഇനി ഈ തസ്ബീഹ് മറന്നുപോയാൽ, സാധാരണ ഇസ്തിറാഹത്തിൻ്റെ ഇരുത്തം ഇരുന്ന് ശീലിക്കുന്നവരുമുണ്ട്, ഇരിക്കാതെ പോകുന്നവരുമുണ്ട്. പെട്ടെന്ന് ഇരിക്കാതെ അങ്ങ് പോയാൽ ആ 10 ഖളാ ആണ്.
ഖളാ എന്ന് പറഞ്ഞാൽ വീട്ടിയില്ല എന്നർത്ഥം. ആ 10 കൂടി രണ്ടാമത്തെ റക്അത്തിലെ ഖിയാമിൽ വീട്ടണം. അതാ 15 എന്നുള്ളത് 25 ആക്കണം. അത് അല്ലെങ്കിൽ തുടങ്ങുന്നതിന് മുമ്പ് രണ്ടാമത്തെ റക്അത്തിൽ എത്തിയതിന് ശേഷം സൂറത്തുൽ ഫാത്തിഹ ഓതുന്നതിന് മുമ്പ് ഈ 10 ചൊല്ലാവുന്നതാണ്. അതിനുശേഷം നിലവിലുള്ള 15 ചൊല്ലാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് സ്വലാത്തു തസ്ബീഹ്. അപ്പോൾ ഒന്നാമത്തെ റക്അത്തിൽ 75, രണ്ടാമത്തെ റക്അത്തിൽ 75, മൂന്നാമത്തെ റക്അത്തിൽ 75, നാലാമത്തെ റക്അത്തിൽ 75, അങ്ങനെ 300 തസ്ബീഹ്. സാധാരണ നിസ്കാരം പോലെയാണ്. ഞാൻ ഈ പറഞ്ഞതുപോലെ ചെയ്താൽ മതിയാകും. അത്തഹിയാത്തിൻ്റെ സ്ഥലം വരുമ്പോൾ പണ്ഡിതന്മാർ പറയുന്നു ഇരുത്തത്തിൽ 10 ചൊല്ലേണ്ടത് അത്തഹിയാത്തിന് മുമ്പ് ചെല്ലാവുന്നതാണ്. കാരണം നിസ്കാരം കഴിഞ്ഞ ഉടനെ പെട്ടെന്ന് അറിയാതെ സലാമീട്ടി പോകും. അതുണ്ടാവാതിരിക്കാൻ വേണ്ടി അപ്പോൾ സലാമീട്ടുന്നതിന് മുമ്പ് തസ്ബീഹ് മറക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത്തഹിയാത്ത് ഓതുന്നതിന് മുമ്പ് 10 പ്രാവശ്യം ചെല്ലുക. അത്തഹിയാത്തും ദുആയും സ്വലാത്തും ദുആയും കഴിഞ്ഞ് സലാം വീട്ടുക. അപ്പോൾ കറക്റ്റ് 75 തസ്ബീഹ് ഒരു റക്അത്തിൽ വരും. നിസ്കരിക്കാൻ എളുപ്പമാണ്. ഒരു 15 20 മിനിറ്റ് കൊണ്ട് നിസ്കരിക്കാൻ പറ്റുന്നതാണ്. വലിയ പ്രയാസമൊന്നുമില്ല. ആത്മാർത്ഥമായി അള്ളാഹുവിൻ്റെ ദിക്ർ ചൊല്ലിയുള്ള നിസ്കാരമാണ്. ആ നിസ്കാരം കഴിഞ്ഞ് റബ്ബിനോട് നമ്മുടെ ആവശ്യങ്ങളും ആവലാദികളും പറയുക. ചുരുക്കത്തിൽ ഈ തസ്ബീഹ് നിസ്കാരം ഏത് സമയത്തും നിസ്കരിക്കാം എന്ന് ആണെങ്കിൽ പോലും ഇത് മുത്തലക്കായ സുന്നത്ത് നിസ്കാരത്തിനല്ല പെടുക. എന്ന് പറഞ്ഞാൽ ടൈമില്ല. അതുകൊണ്ട് അസർ നിസ്കാരത്തിന് ശേഷം നിസ്കരിക്കരുത്. സൂര്യൻ ഉദിച്ചു വരുന്ന സമയം, മധ്യാഹ്ന സമയം, അസ്തമിക്കുന്ന സമയം, ഈ സമയത്തൊക്കെ ഒന്ന് മാറ്റി വെക്കുക. ആ സമയത്ത് നമ്മൾ നിസ്കരിക്കാറില്ല എങ്കിൽ പോലും പറയുകയാണ്. അതല്ലാത്ത വേറെ ഏത് സമയത്തും നിസ്കരിക്കാവുന്നതാണ്. സുബഹി നിസ്കാരം, ദുഹാ നിസ്കാരത്തിൻ്റെ സമയത്ത് നല്ല സമയമാണ്. മഗ്രിബിൻ്റെയും ഇശാഇൻ്റെയും ഇടയിൽ ഈ റമളാൻ മാസത്തിനെ സംബന്ധിച്ചിടത്തോളം നിസ്കരിക്കൽ ബുദ്ധിമുട്ടായി വരും. അർദ്ധരാത്രിയിൽ തഹജ്ജുദിന് എഴുന്നേൽക്കുന്ന സമയത്ത് നല്ല സമയമാണ്. ചുരുക്കി പറഞ്ഞാൽ വളരെ പ്രാധാന്യമുള്ള, വളരെ ശ്രേഷ്ഠതയുള്ള ഒരു നിസ്കാരമാണ് സ്വലാത്തു തസ്ബീഹ്. കഴിവിൻ്റെ പരമാവധി ആരും ഉപേക്ഷിക്കരുത്. അല്ലാഹു തആല നിർവഹിക്കാൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ.